नमस्ते। आज की कक्षा में सबको स्वागत। पिछले कक्षा में सकुबाई के परिवार के बारे में पढ़ा। उनमें सकुबाई को दिलीप कुमार बहुत अच्छा लगता, लेकिन सकुबाई की माम को अशोक कुमार बहुत अच्छा लगता है और बेटी साइली को काजोल का बहुत अच्छा लगता है। और यहाँ नितिन की पत्नी सुमन के बारे में कहा। सुमन हमेशा गोविंदा की पिक्चर देखती है और उसके दो बच्चे हैं। नितिन और सुमन के दो बच्चे हैं। लड़की का नाम है मीना, लड़का का नाम अजित है। उस समय यशवंत का बीमार के बारे में यहाँ कहा था। 2.5 साल पहले सकुबाई के पति को बार बार बीमार पड़ता था और पेट खराब हो जाता था और सांस की तकलीफ भी हो पड़ता था। इसलिए रात के समय ठीक तरह से सो नहीं पाता था। कभी कभी हल्का बुखार भी रहता था। डॉक्टर ने कुछ दवाई देता था। उसका शरीर सूख कर कांडा हो गया था। ठीक तरह से चलने को भी नहीं सकता था। कोई कुछ बोलता, कोई कुछ नहीं बोलता। उस समय म्यूनसिपालिटी के डॉक्टर को दिखाया। उस समय डॉक्टर ने कहा खून तपास करा के लाओ। खून तपासी का सब रिपोर्ट लेकर सकुबाई डॉक्टर के पास गए। डॉक्टर रिपोर्ट देखकर कुछ समय सोचता रहा। फिर एक पर्ची लिखकर डॉक्टर ने दी। उसमें लिखा था उसने कहा तुम लोग जे अस्पताल जाओ। उसके आदमी की बीमारी के लिए जे अस्पताल ही जाना होगा। बीमारी क्या है, അസുഖം എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്। मैंने कहा बीमारी क्या है। അപ്പം ഞാൻ പറഞ്ഞു എന്താണ് അസുഖം ചോദിക്കുകയാണ്। तो बोले ये उधर ही जाकर पता चलेगा। അപ്പോൾ ഡോക്ടർ പറയണത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അറിയാൻ സാധിക്കുമെന്ന് പറയണം। मैम और सुमन यशवंत को लेकर जे अस्पताल में पहुँचे। मैं ഇവിടെ ഞാനും സുമനും കൂടിയിട്ട്, സുമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിതിൻ്റെ ഭാര്യയാണ്, സഹോദരൻ്റെ ഭാര്യയാണ്, ഞാനും സുമനും കൂടിയിട്ട് യശ്വന്തുമായിട്ട് ജെ ഹോസ്പിറ്റലിലേക്ക് പോയി। मैं यशवंत को उधर बरामदे में बिठा के सुमन को उसके पास खड़ा करके अस्पताल की पर्ची भरने और डॉक्टर से मिलने के लिए दौड़ भाग करने लगी। അങ്ങനെ ഞാൻ യശ്വന്തിനെ അവിടെ വരാന്തയിൽ ഇരുത്തിയിട്ട് സുമനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർത്തി അദ്ദേഹത്തെ നോക്കാനൊക്കെ പറഞ്ഞ് അവിടെ ഏൽപ്പിച്ചിട്ട് സക്കുബായി അവിടെ ഫോം ഫില്ല് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്ക് ഡോക്ടറെ കാണാനുള്ള കാര്യങ്ങൾക്കുമായി ഓടി നടക്കാനായിട്ട് തുടങ്ങി। സർക്കാരി अस्पताल, അത് ഒരു സർക്കാർ ഹോസ്പിറ്റലായിരുന്നു, ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു। सरकारी अस्पताल में न कोई किसी की सुनता है और न ही कुछ बताता है। ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആരും തന്നെ എന്നാൽ കോയി കിസിക്ക് സുനത്താ ഹേ, അതായത് മറ്റുള്ള പറയുന്നതൊന്നും കേൾക്കാനായിട്ട് നിൽക്കാറില്ല। എന്നാ ഹി കുച്ച് ബത്താത്ത ഹേ, ആരൊന്നും പറയാറുമില്ല। मैम तो कहती हूँ कि गरीब के बीमार होने से अच्छा है उसका मर जाना।
അതുകൊണ്ട് ഞാനാണെങ്കിൽ പറയാം ഇങ്ങനെയാണ്, അതായത് ഗരീബ് കെ ബീമാർ ഹോനെ സെ അച്ഛാ, അതായത് പാവപ്പെട്ടവർക്ക് രോഗം വരുന്നതിനേക്കാളും നല്ലത് സ്കമ്മർ ജാന, അതായത് രോഗമായിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ചു പോകാൻ തന്നെയാണ് ഞാൻ പറയാം. കിത്തിനി കിത്തിനി മഹങ്കി ദവായ, അതായത് എത്രയോ വിലപിടിപ്പുള്ള മരുന്നുകളാണ്, മഹങ്കി എന്ന് പറഞ്ഞാൽ വില കൂടിയ മരുന്നുകൾ, ദവായ സൂയ്യ, അതുപോലെ ഇഞ്ചക്ഷനുകൾ, ഡോക്ടർക്ക് ഫീസ്, ഡോക്ടറുടെ ഫീസ്, തപാസിക്ക ഖർച്ച, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ചിലവുകൾ, ഫിർ ഫൽ ഫ്രൂട്ട്, അത് മാത്രമല്ല ഫ്രൂട്ട്സ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, താക്കത്ത് കി ഗോലി, ശക്തി കിട്ടാനുള്ള അല്ലെങ്കിൽ ബലം കിട്ടുക, ശരീരത്തിന് ബലം കിട്ടാനുള്ള ഗുളികകൾ, ജ്യൂസ്, റോസ് റോസ് ആനാജാന, ഡെയിലി പോക്കുവരവ്, ബസ് കാ കിരായ, ബസ്സിൽ കൊടുക്കേണ്ട പൈസ, ഊപ്പർ സേ ചുട്ടി, അത് മാത്രമല്ല അവധി എടുക്കുന്നത് വേറെ, കഹാം സേ കരേങ്കെ ബാബ, എവിടുന്ന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയണം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചിലവുകളുണ്ട്, ടെസ്റ്റുകൾ നടത്തുന്നതിൻ്റെ ചിലവുണ്ട്, മരുന്നുകൾ വാങ്ങിക്കണം, വില കൂടിയ മരുന്നുകളാണ്, വില കൂടിയ ഇഞ്ചക്ഷനുകളാണ്, അത് ഡോക്ടർ ഫീസ് വേണം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കണം, ജ്യൂസ്, ശരീരത്തിന് ബലം കിട്ടാനുള്ള ഗുളികകൾ, അങ്ങനെ ഡെയിലി പോക്കുവരവ്, ബസ് ചാർജ്, അങ്ങനെ ഒരുപാട് ചിലവുകൾ അവിടെ വരുമെന്ന് പറയുന്നു. അപ്പോൾ അതിലും നല്ലത് മരിച്ചു പോകുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ സക്കുബായി ഇവിടെ അഭിപ്രായപ്പെടുന്നത്. ഹം ലോഗ് ദിൻ ബർ ഉദർ ഹി ബൈറ്റ് രഹി, ഇപ്പം ഞങ്ങളെല്ലാവരും ഓരോ ദിവസം അവിടെ തന്നെ ഇരിക്കുകയാണ്. ദിൻ ബർ, പകൽ മുഴുവൻ അവിടെ ഇരുന്നു. അസ്പതാൽമേ, എവിടെ? ഹോസ്പിറ്റൽ. ഏത് ഹോസ്പിറ്റലാണ്? ജെ ഹോസ്പിറ്റലിൽ. ശാം കോ 5 ബജെ ഡോക്ടർ സാഹബായ, അങ്ങനെ സന്ധ്യയ്ക്ക് ഒരു 5 മണി നേരത്ത് ഡോക്ടർ അവിടെ വരികയാണ്. 7:30 ബജെ നമ്പർ ലഗ, അങ്ങനെ ഒരു 7-7:30 കൂടിയിട്ട് നമ്പറൊക്കെ അവിടെ കൊടുക്കണം. മേ യശ്വന്ത് കോലേക്കർ അന്തർ ഗൈ, അങ്ങനെ ടോക്കൺ എടുത്ത് യശ്വന്തുമായിട്ട് അകത്തേക്ക് പോയി. തോ ഡോക്ടറിനെ പോലെ തും ബാഹർ ബൈട്ടോ, അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പുറത്തിരിക്കുമെന്ന് പറയണം. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ടോക്കണൊക്കെ എടുത്ത് ഡോക്ടറുടെ അടുത്ത് ചെല്ലുകയാണ്. റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ പുറത്തിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സക്കുബായി പുറത്തിരുത്തുന്നുണ്ട്. ഫിർ 10-15 മിനിറ്റ് തക് മേരെ ആദമി സേ അക്കേലേസ് മേ ബാത് കി, അങ്ങനെ സക്കുബായിനെ പുറത്തിരുത്തിയിട്ട് ഡോക്ടർ സക്കുബായിയുടെ ഭർത്താവ് യശ്വന്ത് ഗാഖുമായിട്ട് കുറച്ച് നേരം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ്. 10-15 മിനിറ്റ് തക്, ഒരു 10-15 മിനിറ്റോളം മേരെ ആദമി സേ, എൻ്റെ ഭർത്താവുമായിട്ട് അക്കേലേ മേ ബാത് കി, ഒറ്റയ്ക്ക് സംസാരിച്ചു. ഫിർ വാപ്പസ് മുജ്കോ അന്തർ ബുലായ അവർ ബോല, എന്നിട്ട് എന്നെ തിരിച്ചകത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ്, എന്താണ് പറയുന്നത്? തും അപ്പന और अपने बेटी का खून तबास करा के ले जाओ. ഇപ്പോൾ സക്കുബായിയെ മാറ്റി നിർത്തി പുറത്ത് നിർത്തിയിട്ടാണ് ഭർത്താവുമായിട്ട് സംസാരിക്കുന്നതിന് ശേഷം ഡോക്ടർ സക്കുബായിയെ അകത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് സക്കുബായിയോട് പറയുന്ന കാര്യം ഇതാണ്, തും അപ്പന और अपनी बेटी का खून, നിങ്ങളുടെ മോളിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം വരാനെന്ന് പറയണം. ആ ജാനേക്കോ പോല, ഇപ്പോൾ പൊക്കോളാനായിട്ട് പറഞ്ഞു. ഫിർ മേം അവർ സുമൻ മേരെ ആദമീക്കോ ലേക്കർ ബാഹ്റാകെ, അങ്ങനെ ഞാനും സുമനും കൂടി ഭർത്താവുമായിട്ട് പുറത്തേക്ക് വന്നു, ഡോക്ടറുടെ റൂമിൽ പുറത്തേക്ക് വന്നു. യശ്വന്ത് വഹീം ഫുട്പാത്ത് पर बैठकर फूट कर रोने लगा. യശ്വന്ത് അവിടെ ഫുട്പാത്തിൽ പോയിരുന്നുണ്ട്, റോഡിൻ്റെ അരികിൽ പോയിരുന്നിട്ട് അവിടെ പൊട്ടി കരയാനായിട്ട് തുടങ്ങി. ഫൂട്ട് कर रोने लगा. मैं कितनी पूछी യശ്വന്ത് काय को तू रोता है. ഇപ്പോൾ സക്കുബായി ഒരുപാട് പ്രാവശ്യം യശ്വന്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നേ ചോദിച്ചു. ക്യാ ബോലെ ഡോക്ടർ സാർ, എന്താണ് ഡോക്ടർ പറഞ്ഞു ചോദിക്കുന്നത്. पर वो कुछ नहीं बोला, बस रोए जा रहा था. പക്ഷേ യശ്വന്ത് കാക്ക് ഒന്നും പറയുന്നില്ല, അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. थोड़ी देर में वो धीरे से गड़ा हुआ. കുറച്ച് നേരം वो धीरे से गड़ा, കുറേ കഴിഞ്ഞ് അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് നിന്നു. और बोला, എന്നിട്ട് പറയാണ്, कल सुबह सबसे पहले तुम अपना और साइली का खून तबास करा के तब इधर आना. പറയണ, നാളെ രാവിലെ ഏറ്റവും നേരത്തെ നീ നിൻ്റെയും സായിലിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇതുവഴി വരണം എന്ന് പറയണം. घर पहुँच कर भी साइली को बार बार प्यार करके रोता रहा. വീട്ടിലെത്തിയിട്ട് നമ്മുടെ യശ്വന്ത് കാക്ക് സായിലിയെ വീണ്ടും വളരെയധികം സ്നേഹിച്ചുകൊണ്ട്
ലാളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. सुबह उठकर मैं अपनी और साहिल की खून तबासी की रिपोर्ट लेकर डॉक्टर के पास पहुंची. അങ്ങനെ നേരം വെളുത്ത് ഞാനും സായിലിയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് എത്തിച്ചേരാണ്. ഡോക്ടർ കാഗസ് ദേക്കർ പോലെ ഡോക്ടർ കടലാസ് ആ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് കണ്ടിട്ട് പറയണേ, ഗുഡ്, വെരി ഗുഡ്, തും ദോനം ബച്ച് ഗയേ. വെരി ഗുഡ് എന്നാണ് പറയുന്നത്, വളരെ നല്ലത്. തും ദോനം ബച്ച് ഗയേ, നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടു എന്ന് പറയണം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലായി, വളരെ സന്തോഷമായി. साइली एकदम से बोली, डॉक्टर साहब बाबा को क्या एड्स हुआ है? ഇങ്ങനെയായപ്പോൾ നമ്മൾ സായിലി പെട്ടെന്ന് ചോദിക്കുകയാണ്, ഡോക്ടർ സാർ അച്ഛന് എയ്ഡ്സ് ആണോ ചോദിക്കുകയാണ്. എയ്ഡ്സ് അതായത് ഒരുപാട് ആളുകളെ പടർന്നു പിടിക്കുന്ന അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അവസാനം മരണമാണ് സംഭവിക്കുക, ശരീരമൊക്കെ ശോഷിച്ച് അവസാനം മരണം സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഡോക്ടറോട് ചോദിക്കുകയാണ്, എയ്ഡ്സ് ആണോ ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ബോല, ഹാ തുമാരെ ബാബാക്കോ എയ്ഡ്സ് ഹുവാ ഹെ. നിങ്ങളുടെ അച്ഛന് എയ്ഡ്സ് ആണെന്ന് പറയണം. അബി തും ദോനോക്കോ ബഹുത്ത് ധ്യാൻ രഖ്ന പടാക. നിങ്ങൾ രണ്ടുപേരും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയണം. വോ ജ്യാദാ സേ ജ്യാദാ 6 മഹീന അവർ ജിന്ദാ രഹേഗ. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിലും ഒരു 6 മാസത്തോളം മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം അങ്ങനെയാണ്, അത് പതുക്കെ അദ്ദേഹം മരണത്തിലേക്ക് വീഴുമെന്നാണ് പറയുന്നത്. അപ്പം ഈ എയ്ഡ്സ് വരാനുള്ള പല കാരണങ്ങളുണ്ട്. കുറച്ച് നാൾ നല്ല മനുഷ്യനാണെങ്കിലും കുറച്ച് നാൾ ഒരാളുടെ പിന്നാലെ നടന്നിരുന്നു, പിന്നീടാണ് അവിടെ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഒരു 6 മാസത്തോളം ജീവിച്ചിരിക്കുന്നുള്ളൊരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഫിർ മേരെക്കോ ബോല അപ്പോൾ അപ്പനെ ആദ്യമേക്ക് സാർ സോനേക്ക നഹി. അങ്ങനെ ഡോക്ടർ എന്നോട് പറയണ്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ ഉറങ്ങണ്ടെന്ന് പറയണം. ഏക് തോ മഹീനയ്ക്ക് ബാദ് ഉസ്കോ ഹം ഇധർ ഹി ഭർത്തി കരേക. 1-2 മാസത്തിന് ശേഷം നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തോളാം എന്ന് പറയണേ. ഭർത്തി കരേക, അഡ്മിറ്റ് ചെയ്തോളാം എന്ന് പറയണേ. അബി അസ്പതാലൊമ്മയും ജഗഹ്നയി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ സ്ഥലമില്ല എന്ന് പറയണേ. ഇപ്പോൾ കിടത്താനായിട്ട് സ്ഥലമില്ല, അതുകൊണ്ട് 1-2 മാസത്തിന് ശേഷം നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്തോളാം എന്ന് പറയുന്നത്. ഫിർ ഏക്ക് കാഗസ് മേ ദവായി ലിക്കർ ദി ഓർ കഹ. എന്നിട്ട് ഒരു കടലാസിൽ മരുന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇസ്കോ ബാസാർ സേ ഖരീദ് കർ ടൈം പർ ഖിലാത്തെ രഹ്നേക്ക. അപ്പോൾ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട്, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, പക്ഷേ അവിടെ മരുന്ന് കിട്ടാതെ അത് പുറത്തേക്കാണ് മരുന്ന് എഴുതുന്നത്. ആ പുറത്ത് പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് ടൈമിൽ അത് കഴിക്കാനായിട്ട് കൊടുക്കണമെന്ന് സക്കുബായിയോട് പറയണം. അപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവിടെ എത്തിച്ചേർന്നു, കാര്യങ്ങൾ രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഹം ദോനം റോത്തെ പീഡത്തെ ഗർ പഹുഞ്ചേ തോ യശ്വന്ത് അപ്പന സാമാൻ ബാന്ദ് കർ തയ്യാർ ബൈഠാത. അങ്ങനെ ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. രണ്ടുപേരും ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കാണിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ഇവർ വീട്ടിൽ വന്ന സമയത്ത് മരുന്ന് കറക്റ്റ് സമയത്ത് കഴിക്കാൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിൽ വരികയാണ്. ദോനോ റോത്തെ പീഡത്തെ ഗർ പഹുഞ്ചേ തോ. അവർ കരഞ്ഞും പിഴിഞ്ഞൊക്കെ വീട്ടിലെത്തിയ സമയത്ത് യശ്വന്ത് അപ്പന സാമാൻ ബാന്ദ് കർ തയ്യാർ ബൈഠാത്ത. യശ്വന്ത് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ കെട്ടിപ്പിറക്കിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. ഫിർ മേരെ കോ ദേക്കർ എക്തം പോല. അപ്പം ഞങ്ങൾ കണ്ട വശം പെട്ടെന്ന് അദ്ദേഹം പറയാണ്, ഏ സക്കു ക്യാ ബോല ഡോക്ടർ. സക്കു, ഡോക്ടർ എന്താ പറഞ്ഞേ? തൂ ബത്താ മേരേക്കോ ക്യാ ബോല. നീ എന്നോട് പറയും, എന്താ പറഞ്ഞ ഡോക്ടർ? मैं बोली, हम दोनों को वो बीमारी नहीं है. പറയണ തോ ഏക്തം കുശ് ഹോക്കർ ബോല. അങ്ങനെ സക്കുബായി പറയണ, ഹം ദോനോക്കോ വോ ബീമാരി നഹി ഹേ. ഞങ്ങൾ രണ്ടുപേർക്കും ആ അസുഖമില്ല എന്ന് പറയണം. തോ ഏക്തം കുശ് ഹോക്കർ ബോല. പെട്ടെന്ന് വളരെ സന്തോഷത്തോടെ അദ്ദേഹം പറയണേ, ഹേ ഭഗവാൻ, ഹേ ദേവ, മാം അംബേ, മാം ഭവാനി, തെരാ ലാഖ് ലാഖ് ശുക്ർ ഹേ. ഹേ ജഗദംബേ, തെരാ ലാഖ് ലാഖ് ധന്യവാദ്. ഇപ്പോൾ രണ്ടുപേർക്കും അസുഖമില്ല എന്ന് കേട്ട വശം നമ്മുടെ യശ്വന്ത് കാക്ക് വളരെ സന്തോഷത്തോട് പറയണേ, ഹേ ഭഗവാൻ, അമ്മേ, ലക്ഷക്കണക്കിന് നന്ദി എന്ന് പറയണം. ലാഖ് ലാഖ് ധന്യവാദ്, ഒരുപാട് നന്ദി അവിടെ ഭഗവാനെ സമർപ്പിക്കുകയാണ്. ഫിർ മേനെ പൂച്ച, തൂ യേ സാമാൻ ബാന്ദ് കർ ക്യോം ബൈഠാ ഹേ.
അപ്പോൾ അദ്ദേഹം സാധനമൊക്കെ കെട്ടിപ്പറക്കി തയ്യാറായിട്ടിരിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ സക്കുബായി അദ്ദേഹത്തോട് ചോദിക്കണേ, നിങ്ങളെന്താണ് ഈ സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ് ചോദിക്കുന്നത്. തോ ബോല ബസ് അബ് മേ യഹാ നഹീ രഹൂങ്ക. അപ്പോൾ അദ്ദേഹം പറയണ, മതി, ഞാൻ ഇനി ഇവിടെ താമസിക്കുന്നില്ല, അപ്പനെ ഗാവ് ജാവുങ്ക, ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണെന്ന് പറയും. അപ്പനെ ബായിക്ക് പാസ് ജാവുങ്ക, ഗ്രാമത്തിൽ സഹോദരനുണ്ട്, സഹോദരൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറയണം. 2 ആൺപിള്ളേരായിരുന്നു, അതിൽ സഹോദരൻ ഗ്രാമത്തിൽ തന്നെയാണ്, അദ്ദേഹം ജോലിയുമായിട്ട് ഇവിടെ മുംബൈയിൽ. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് ഗ്രാമത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. मैंने बहुत समझाया, वो डॉक्टर साहब ने जो दवा बताई थी वो मेले आई. അപ്പം ഞാനൊരുപാട് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ പറയുന്നുണ്ട്, ഡോക്ടർ സാറ് മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മുടെ സക്കുബായി പറയണം. तो बोला 2-4 महीने और ज़्यादा जीऊँगा यही ना. അപ്പോൾ അദ്ദേഹം പറയണ, 2-4 മാസം, അതിൽ കൂടുതലൊന്നും ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നു. മേ ഇതർ ബോംബെ മേ നഹി മറന്ന ചാത്ത, ഞാനിവിടെ ബോംബെയിൽ മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഗാവ് ജായേഗ, ഞാൻ ഗ്രാമത്തിലേക്ക് പോകുക എന്ന് പറയുന്നത്. ഉത്തർ ഹി രഹേഗ, ഗ്രാമത്തിൽ ഞാൻ താമസിച്ചോളാം, ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് നമ്മുടെ യശ്വന്ത് ഖാക്ക് സക്കുബായിയുടെ ഭർത്താവ് പറയണം. എന്തായാലും ബോംബെയിൽ കിടന്ന് മരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത്. മേം ബോലി ഇതർ അസ്പതാൽ മേം ഭർത്തി കരാക്കി തെരി ദവാ ദാരു കരേകി. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാക്കിയിട്ട് നിങ്ങളുടെ മരുന്നും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാമെന്ന് പറയണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കട്ടിലും ഇതൊന്നും റൂമൊന്നും ഒഴിവില്ല, ഹോസ്പിറ്റലിൽ സ്ഥലമില്ല, 1-2 മാസങ്ങൾക്ക് ശേഷം അഡ്മിറ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സക്കുബായി അത് പറയണ, അതായത് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആവാമെന്ന് പറയണം. ഇസ് പർ ബോല ഇസ്സെ ക്യാ ഫർക്ക് പടേക. അപ്പോൾ അദ്ദേഹം പറയണ, അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവുക, എന്ത് വ്യത്യാസം ഉണ്ടാവുക. ഇസി ബീച്ച് മേരി വജഹ സേ സായിലിക്കോ കുച്ച് ഹോ ഗയാത്തോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കാരണം സായിലിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ. നഹി സക്കു മുझे जाने दो, ഇല്ല സക്കു, എന്നെ പോകാൻ അനുവദിക്കുമെന്ന് പറയുന്നു. ഈ സിമ്മേ സബ്ക ഭല ഹേ. അപ്പം ഞാനിങ്ങനെ പോകുന്നതിൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. കാരണം എങ്ങാനും ഇവിടെ നിന്ന് മോൾക്കെങ്ങാനും ഈ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയുന്നത്. ഈ മേരെ അപ്പനെ കർമ്മോ കാ ഫൽ ഹേ, ഇതെല്ലാം ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണെന്ന് പറയുന്നത്. ഇസ് ക നതീച്ച തും ലോക്യോ ഭുക്തോ. അപ്പോൾ അതിൻ്റെ പരിണിത ഫലം, അതിൻ്റെ റിസൾട്ട് തും ലോക്യോ ഭുക്തോ, നിങ്ങൾ എന്തിനാണത് അനുഭവിക്കുന്നത്? അപ്പം ഞാൻ ചെയ്ത പാപത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്, അത് നിങ്ങളും കൂടി അനുഭവിക്കേണ്ട കാര്യം എന്താണെന്ന് സക്കുബായിയോട് യശ്വന്ത് കാക്ക് ചോദിക്കുകയാണ്. ഉസ്നെ സാമാൻ ഉടായ അവർ പോലെ. അങ്ങനെ അദ്ദേഹം സാധനങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് അദ്ദേഹം പറയണ, തും ലോ ഹർ മഹീനെ മുജ്കോ ദേഖ്നെ ആന. പോകാൻ സമയത്ത് യശ്വന്ത് കാക്ക് പറയണ, നിങ്ങൾ ഓരോ മാസവും എന്നെ കാണാനായിട്ട് വരണം. ഏ കേക്കർ വോ ബാഹർ നിക്കൽ ഗയ. ഇതും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോയി. സായ്ലി ദൗഡ് ക്രോസെ പക്കട്കർ റോനേലി. സായ്ലി ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. തോസെ പ്യാർസെ സംസാത്തെ ഹുയേ ബോല. അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടെ അവളെ മനസ്സിലാക്കിച്ചുകൊണ്ട് പറയാണ്, അരേ ബേട്ട തൂ റോയേഗി തോ മേരി ആയി കാ ക്യാ ഹോഗ. മോളെ, നീ കരയാണെങ്കിൽ നിൻ്റെ അമ്മയുടെ അവസ്ഥ എന്താവും ചോദിക്കണം. തൂ തോ മേരി പഠി ലിഖി സമജ്ദാർ ബേട്ടി ഹേ. നീ എൻ്റെ എഴുത്തും വായനയൊക്കെ അറിയുന്ന, പഠിപ്പും വിദ്യാഭ്യാസമുള്ള അറിവുള്ള മോളല്ലേ ചോദിക്കണം. നല്ല ബുദ്ധിമതിയായ സമർത്ഥയായ മോളല്ലേ. മേ വഹാ അച്ചേസെ രഹൂങ്ക. ഞാനവിടെ സുഖമായിട്ട് ഞാനവിടെ താമസിച്ചോളാം എന്നറിയണം. ഗേത്തോം കി കുലി ഹവ ലഗേഗി. അപ്പോൾ അവിടെ പാടങ്ങളും കാര്യങ്ങളുണ്ട്, ഗ്രാമമാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല ഓപ്പൺ എയറൊക്കെ ശ്വസിച്ച് അവിടെ ജീവിച്ചോളാം എന്ന് പറയണം. ഹോ സക്താ ഹേ ഉസ്സേ കുച്ച് ഫായദ ഹോ സക്താ ഹേ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാവും എന്ന് പറയണം. അപ്പോൾ ഞാനിവിടുന്ന് എന്തായാലും പോവുകയാണ്, ഗ്രാമത്തിൽ ഞാൻ സുഖമായിട്ട് അവിടെ ജീവിച്ചോളാം, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം. അപ്പനെ ആയി കവർ അപ്പന ഖ്യാൽ രഖ്ന. എന്ത് ചെയ്യണം? അമ്മയുടെ കാര്യവും നിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിച്ചോളാൻ പറയണം. മേ സമച്ച് ദാദാ കി മേ ബഹുത് അച്ഛ ആദമി ഹും. അപ്പം അദ്ദേഹം പറയണേ, എനിക്കറിയായിരുന്നു ഞാൻ നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയായിരുന്നു. ശരാബ് നഹീം പീത്ത, മദ്യം കഴിക്കാറില്ല. ജുവാ നഹീം കേൾത്ത,
ചൂത് കളിക്കാറില്ല. ബസ് ഏക് ഹി ഭൂൽ കി ഉസ്നെ ലൈൻ മേ ലഗാ ദിയ. പക്ഷേ ഒരേ ഒരു തെറ്റ് ഞാൻ ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് ഈ ലൈനിലേക്ക് വരേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഞാൻ നല്ലൊരു വ്യക്തിയാണ്, കുടിക്കില്ല, ബാക്കി സ്വഭാവങ്ങളൊന്നും തന്നെ അങ്ങനെയുള്ള കളിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ഒന്നും തന്നെ അദ്ദേഹം ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു, അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ബസ് ഫിർ വോ മുझे और सायली को रोता छोड़कर चला गया. അങ്ങനെ എൻ്റെയും സായലിയുടെയും കരച്ചിലൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. मैं और सायली हर महीने गाँव जाते. ഞാനും സായലിയും ഓരോ മാസവും ഗ്രാമത്തിലേക്ക് പോകുമായിരുന്നു. तीसरे महीने जब गाँव गए तो उसकी हालत बहुत खराब थी. അങ്ങനെ എല്ലാ മാസം പോകുന്നുണ്ട്. 2 മാസം കഴിഞ്ഞു. 3-ാമത്തെ മാസം ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. സൂക്കർ ഏക്തം ടാഞ്ചാ ഹോ ഗയാ താ. ശരിക്കും പറയണമെങ്കിൽ ഉണങ്ങി മെലിഞ്ഞ് ഇത്രയും ക്ഷീണിച്ചൊരു അസ്ഥികൂടം പോലെ ആയിട്ടുണ്ടായിരുന്നു. ആങ്കേം ദംസ് ഗെയ്തി. കണ്ണൊക്കെ ഇങ്ങനെ കുഴിയിലേക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അത്രയും ക്ഷീണിച്ച്. ബാൽ ബി ജഡ് ഗയത്തെ. മുടി മുഴുവൻ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഉസ്കോ ഘാട്ട് പർ സെ ഉടനെ കൊ നഹി ഹോത്താ താ. കട്ടിലിൻ്റെ മുകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റുമായിരുന്നില്ല, അത്രയും മോശം കണ്ടീഷൻ ആയിട്ടുണ്ടായിരുന്നു. ഖേത്തോമ്മയെ അഖേല പടരത്താത്ത. അവിടെ പാടത്ത് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. മേനെ ഉസ്കി ഹാലത്ത് ദേഖി തോ മേൻ ജോർ സോർ സെ രോനെ ലഗി മേനെ കഹ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഉറക്കെ കരയാൻ തുടങ്ങി. മേനെ കഹ, ഞാൻ പറഞ്ഞു, ചലോ ഉദർ ജെ ആസ്പതാൽ മേ ഭർത്തി കരാതെങ്കിൽ. അങ്ങനെ സക്കുബായി പറഞ്ഞു, നമുക്ക് പോകാം, ജെ ഹോസ്പിറ്റലിൽ നമുക്ക് അഡ്മിറ്റ് ആവാമെന്ന് പറയണം. തോ ബോല നഹീം തൂ കായ്ക്കോ മേരി മിട്ടി ഖരാബ് കർത്തി ഹേ, ഉദർ अस्पताल में गंदगी, एक के ऊपर एक मरी, तू इलाज के लिए डॉक्टरों के पाँव पड़ेगी और उससे भी क्या होगा, मैं ही ठीक हूँ. അപ്പോൾ പോകാം, ഹോസ്പിറ്റലിൽ പോകാം, വീണ്ടും നമുക്ക് ബോംബെയിൽ പോവാം, ജെ ഹോസ്പിറ്റലിൽ പോവാം, അവിടെ അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇല്ല, നീ എന്തിനാണ് എൻ്റെ മണ്ണ് പോലും ചീത്തയാക്കുന്നത്. ഉദർ अस्पताल में गंदगी. ഇനിയിപ്പോൾ അവിടെ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ മുഴുവൻ മാലിന്യമാണ്. ഏക്ക് കെ ഊപ്പർ ഏക്ക് മരീജ്. അതായത് അത്രയും തിരക്കുള്ള ഹോസ്പിറ്റലാണ്, അവിടെ കട്ടിലൊന്നും ഇതൊന്നും ഒഴിവില്ല, അതുകൊണ്ട് തന്നെ ഒരാളുടെ മുകളിൽ ഒരാൾ കയറിയെടുക്കുന്ന അവസ്ഥ. ഏക്ക് കെ ഊപ്പർ ഏക്ക് മരീജ്. മരീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി. तो इलाज के लिए ട്രീറ്റ്മെൻറ്റ് ഇലാജ് കെ ലിയേ ഡോക്ടറോं के पाँव पड़ेगी. ഇപ്പോൾ ചികിത്സിക്കണമെങ്കിൽ അവിടെ ഡോക്ടർമാരെ കാല് പിടിക്കേണ്ടതായിട്ട് വരും നിനക്ക്. അവർ ഉസ്സേ ബി ക്യാ ഹോഗ. അതുകൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടാവാൻ പോണത്, മേ യഹിൻ ടീക്കും, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. മേ കുച്ച് ബി ബോൾത്തി തോ ഇഷാരെ സെ ചുപ് കരാ ദേത്താ. ഈ ചുപ് രഹ്നേക്ക് ഇഷാര കർത്തേ ഹുവേ. ഞാനെന്തോ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ് ആക്ഷൻ കാണിക്കുകയാണ്, ആംഗ്യം കാണിക്കുകയാണ്. ഷൂ एक बिटल देह विटल तीर्थ विटल 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 एक विटल. मैं अपने जेठ के पास थोड़ा बहुत पैसा फल फ्रूट दवा छोड़ के बम्बई आ गई. എല്ലാം ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട്, വിട്ടൽ എന്നാണ് ഈശ്വരൻ, അപ്പോൾ ശരീരത്തെയും എല്ലാത്തിനെയും ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് സക്കുബായി അപ്പനെ ജേഡ് കെ പാസ്, സഹോദരൻ്റെ അടുത്ത്, തോടാ ബോത്ത് പൈസ, കുറച്ച് കൂടുതൽ പൈസയും ഫ്രൂട്ട്സും അതുപോലെ മരുന്നുകളും ഇതെല്ലാം ചേട്ടനെ ഏൽപ്പിച്ചുകൊണ്ട് ബോംബെയിലേക്ക് പോരുകയാണ്. ആനയ്ക്ക് തീസരെ ദിൻ ഹി മേരെ ജേഠ് കാ ഗാവ് സെ താർ ആയ കി യശ്വന്ത് ബഹുത് സീരിയസ് ഹേ. അപ്പോൾ 3-ാമത്തെ മാസത്തിൽ വന്നു, അങ്ങനെ പൈസയും കാര്യങ്ങൾ കൊടുത്തു, ഹോസ്പിറ്റലിൽ പോരാൻ സമ്മതിച്ചില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം 3-ാമത്തെ ദിവസം മേരെ ജേഠ് കാ ഗാവ് സെ, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഗ്രാമത്തിൽ നിന്ന് താറായ, താറെന്നാണ് ടെലിഗ്രാം, കമ്പി സന്ദേശം, ആരാണ്, യശ്വന്ത് ബഹുത് സീരിയസ് ഹേ, യശ്വന്ത് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട്. ഹം സബ് ലോഗ് നിതിൻ സായിരി ആയി ഗാവ് പഹുഞ്ചേത്തോ യശ്വന്ത് ചാച്ചുകാത്ത. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സക്കുബായി, മോള് സായിലി, സഹോദരൻ നിതിൻ, അതുപോലെ തന്നെ അമ്മ ആയി, ഗാവ് പഹുഞ്ചേത്ത, അവരെല്ലാവരും കൂടി ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും യശ്വന്ത് ചാച്ചുകാത്ത, യശ്വന്ത് മരിച്ചു പോയിരുന്നു. മേരെ ജേഠ് നെ ഉസ്കാ ക്രിയ കർമ്മ ബി കർ ദിയാ താ. എൻ്റെ ജ്യേഷ്ഠനാണ് അവിടെ എല്ലാ കർമ്മങ്ങൾ, അത് മരിച്ചതിൻ്റേതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തത് അദ്ദേഹം തന്നെയായിരുന്നു. മേ 2 ദിൻ വഹാ രുക്കി. ഞങ്ങൾ 2 ദിവസം അവിടെ താമസിച്ചു.
जेठ को क्रिया कर्म का पैसा दिया और वापस आ गया. അങ്ങനെ ജ്യേഷ്ഠന് ബാക്കി കർമ്മങ്ങൾ ചെയ്യാനുള്ള പൈസയൊക്കെ കൊടുത്ത് ഏൽപ്പിച്ച് ഞങ്ങൾ തിരിച്ച് ബോംബെയിലേക്ക് പോന്നു. സച്ച് ബഡ അച്ഛാ മേരെ ആദമി. സത്യം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു മനുഷ്യനാണ് എൻ്റെ ഭർത്താവ്. നസീബ് ബാലിയോംകോ മിൽത്താ ഹേ ഐസാ മർദ്. പറയണേ നസീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭാഗ്യവതിയാണ്. അത്രയും ഭാഗ്യമുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള പുരുഷന്മാരെ കിട്ടുള്ളതാണ്. അത്ര നല്ല മനുഷ്യനായിരുന്നു. ഭഗവാൻ ജോ വോ ജഹാൻ ബി ഹോ വ ജൈസാ ബി ഹോ ഉസ്കി ആത്മാക്കോ ശാന്തി ദേന. സക്കുബായി പറയണേ നല്ല മനുഷ്യനായിരുന്നു. അത്രയും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പുരുഷന്മാരെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഭഗവാനോട് പറയണേ വോ ജഹാൻ ബി ഹോ, അദ്ദേഹം എവിടെയാണോ, ജൈസാ ബി ഹോ എങ്ങനെയാണോ, ഉസ്കി ആത്മാക്കോ ശാന്തി ദേന, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കൊടുക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഏക് വിട്ടൽ ഏക് വിട്ടൽ ദേഹ് വിട്ടൽ തീർത്ത് വിട്ടൽ 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 ലേക്ക് വിട്ടൽ ദേഹ് വിട്ടൽ തീർത്ത് വിട്ടൽ വിട്ടൽ ദേവ് പൂജ. അപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നൊരു ഭാഗമാണ്. അതായത് അദ്ദേഹം എവിടെയായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ശാന്തി കൊടുക്കണം, എങ്ങനെയായാലും ശാന്തി കൊടുക്കണമെന്ന് സക്കുബായി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ. തബി ഫോൺ കി ഗണ്ടി ബജ്തി ഹെ. ആ സമയത്ത് ഫോൺ ബെല്ലടിക്കുന്നു. സക്കുബായി ഹലോ സായിലി तू काय जाला मैम तो ठीक हूँ मैम साहब ने रुकने को बोला रे. ഇവിടുന്ന് ഫോൺ വരുന്ന ഹലോ സായിലി തൂ കായ്ക്ക ജാല എന്താ ഉണ്ടായേ ചോദിക്കുകയാണ്. മേം തോ ടേക്കും എനിക്ക് സുഖമാണെന്ന് പറയണേ. മേം സാബിനെ രുക്നേക്കോ ബോലാരെ മേം സാബ് നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാഹബ് കൽ ജാപ്പാൻ ജാത്താ ഹേ. മേം സാബ് നാളെ സാറ് നാളെ ജപ്പാനിലേക്ക് പോവുകയാണ്. उनका सूटकेस निकलने का कौन अरे तो उनको बिठाना सुमन को बुला ले. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സൂട്ട് കേസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനുണ്ട്. ആരാ വിളിക്കണത്? അരേ തോ ഉൻകോ ബിട്ടാന്ന സുമൻകോ ബുലാലെ. സുമനെ വിളിക്കാൻ പറയണേ. അച്ചാസെ ബിട്ടാന ചായ കാഫി ബനാക്കർ പിലാന. അപ്പോൾ നന്നായിട്ടിരിക്കണം, ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിപ്പിക്കണം. ബാസാർ സേ ഡണ്ട മങ്കുവാലേന, മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും തണുപ്പ് വാങ്ങിച്ചുകൊണ്ട് വരണം. ആർസുൻ അപ്പനെ ബാബാക്ക് ഫോട്ടോക്കോ പ്രണാം കർലേന. പിന്നെ അച്ഛൻ്റെ ഫോട്ടോ നോക്കി പ്രണമിക്കണം, നമസ്കരിക്കണം, അച്ഛനെ തൊട്ട് നമസ്കരിക്കണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ നമ്മുടെ സക്കുബായി ഫോണിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ നിതിനെ അറിയിക്കണം, സുമനെ അറിയിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മേരെ രാജ മേര ബേട്ട. അപ്പോൾ സക്കുബായി അവിടെ സായിലിയെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ എന്താ പറയുക, അത്രയും പ്രിയപ്പെട്ട മോളനെ ലാളിച്ചുകൊണ്ട് പറയണേ. മേര രാജ മേര ബേട്ട പൂച്ച് കാർത്തി ഹേ ടീക്ക് ഹേ രക്തി ഹൂം. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി ശരി നല്ല വെക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. ഫോൺ രക്കർ ഭഗവാൻ സേ ഹാത്ത് ജോഡ്കർ ഫിർ ബോൾത്തി ഹേ. അപ്പോൾ അപ്പുറത്തുനിന്ന് വിളിച്ചത് എന്തോ ഒരു നല്ല കാര്യം അറിയിച്ചുകൊണ്ടുള്ളൊരു വിളിയാണ്. സക്കുബായി സായിലിയാണ് അപ്പുറത്തുനിന്ന് സംസാരിച്ചത്. അപ്പോൾ സംസാരിച്ചു. അത് നമ്മുടെ സക്കുബായിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഫോൺ വെച്ച് കൈ കൂപ്പിക്കൊണ്ട് ഭഗവാനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? സക്കുബായി പറയണേ, മേരി ലഡ്കി സായിലി പട്നമേ ബഹുത്ത് തേജ് ഹേ. എൻ്റെ മോള് സായിലി പഠിക്കാൻ വളരെ മിടുക്കിയ. ബി കോമേ ഫസ്റ്റ് ക്ലാസ് ആയി ഹേ. ബി കോമിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. സ്കോളർ മിൽത്താ ഹേ, സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. 12वीं में भी ഫസ്റ്റ് ക്ലാസ് താ ഉസ്ക. അതായത് 12ാം ക്ലാസ്സിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ ദിക്കാത്ത ഹേ, ന്യൂസ് പേപ്പർ കാണിച്ചുകൊണ്ട് പറയണേ. ഐസാ ഫോട്ടോ ചബാത്ത ഉസ്ക. അവളുടെ ഫോട്ടോ അതുപോലത്തെ ഫോട്ടോ ചിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പേപ്പർ വാലെ മേരെക്കോ പൂച്ചേ ക്യോം കൈസ രക്താ ഹേ ലഡ്ക്കി കാ ഫോട്ടോ അഖ്ബാർ മേ ദേക്കർ. അപ്പോൾ പേപ്പർ കൊണ്ടുവരുന്ന ആൾ ചോദിച്ചിരുന്നു, ഈ മോളുടെ ഫോട്ടോ കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ കൈസ ലഗേക അച്ചി ഹി ലഗേക എന്നാ എന്ത് തോന്നാനാ, വളരെ നല്ലതായിട്ട് തോന്നുന്നു. മുझे तो यकीन नहीं होता था कि वो इस साल पास हो जाएगी. എനിക്കെന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. യക്കീൻ എന്നാണ് വിശ്വാസം. എനിക്കെന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല അവൾ ഈ വർഷം പാസ്സാവുമെന്ന് തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആജ് കൽ വോ ലിഖ്നെ മേ ജ്യാദാ ധ്യാൻ ദേത്തി തി. ഇപ്പോൾ അവൾ കൂടുതലായിട്ട് എഴുതാനുള്ള കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തിരുന്നത്. വോ കവിത ലിഖ്തി, അവൾ കവിതകൾ എഴുതുന്നുണ്ട്. ഉൻകോ ഇനാം മിലാത, അതിന് സമ്മാനവും കിട്ടുന്നുണ്ട്. യുവ കവിത്രിക. അപ്പോൾ അവൾ എഴുതിയ കവിതകൾ എഴുതുന്നുണ്ട്. കവിത എഴുതിയിട്ട് അവൾക്കതിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. യുവ കവിയത്രി എന്നുള്ള പ്രൈസ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. എ കിതാബ് ടേബിൾ സെ ഉടാകൃതിക്കാത്ത ഹേ. ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ടേബിളിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചുകൊണ്ട് പറയുന്നൊരു ഭാഗമാണ്. അപ്പോൾ സക്കുബായുടെ മകള് സായിലി
പഠിച്ച് BCom ഒക്കെ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി സ്കോളർഷിപ്പോടുകൂടി പഠിച്ച് അതിനോടൊപ്പം തന്നെ അവൾ നല്ലൊരു കവയത്രി ആയി മാറുകയാണ് ചെയ്യുന്നത്. അത് യുവ കവയത്രിയുടെ പുരസ്കാരം നേടുകയാണ് ചെയ്യുന്നത്. ഒരു ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നൊരു ഭാഗമാണ്. പറയുന്നത് എങ്ങനെയാണ്? ഐസി കിതാബ് ചബി തീ ഉസ്കി കവിതാവും കി. അപ്പം ഇതുപോലെയുള്ളൊരു പുസ്തകം അച്ചടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവളുടെ കവിതയുടെ ഒരു പുസ്തകം, സായിലിയുടെ കവിതാ പുസ്തകം ഇതുപോലെ ഒരെണ്ണം അച്ചടിച്ചിട്ടുണ്ടെന്ന് ടേബിളിന് മുകളിൽ നിന്ന് പുസ്തകം പൊക്കി കാണിച്ചു കൊടുക്കണം. ബഹുത്ത് ബഡ പ്രോഗ്രാം താ, വളരെ വലിയൊരു പ്രോഗ്രാമായിരുന്നു. മേരി സായിലി മേരെ കോ ഫോൺ കർക്കെ ബുലായി, എൻ്റെ സായിലിനെ ഫോൺ വിളിച്ച് പറയുകയാണ്. ഫോൺ വിളിച്ചു. എന്താണ്? തോ മേം കാം പർ സേ ഐസേ ഹി സീതാ ചലി ഗയി. ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ആ സ്ഥലത്തുനിന്ന് നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജബ് വഹാം പഹുഞ്ചി തോ വാച്ച്മെന്നെ മേരെ കോ രോക്കാം. അപ്പം ഞാൻ ജോലി സ്ഥലത്തുനിന്ന് ജോലി കഴിഞ്ഞ് നേരെ സായിലി വിളിച്ചിടത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വാച്ച്മെൻ എന്നെ തടഞ്ഞു. മേനെ പോല മേ സായിലിക്കായി. വാച്ച്മെൻ തടഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സായിലിയുടെ അമ്മയാണെന്ന് പറഞ്ഞു. तो ऐसे मुँह बनाकर मेरी तरफ देखा, मुँह बिचका कर होम उजाला सुप्रीम. അപ്പോൾ സായിലിയുടെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അയാൾ മുഖ് ബനാക്കർ മേരി തരം, മുഖം വീർപ്പിച്ചുകൊണ്ട് വീർപ്പിച്ചുകൊണ്ട് എൻ്റെ നേരെ ഒന്ന് നോക്കി. മുഖ് ബിച്ച് കാക്കർ, മുഖം ചുളിച്ചുകൊണ്ട് പറയണേ ഹോം ഉജാല സുപ്രീം. അതായത് ഡ്രസ്സ് നോക്കിയിട്ടാണ്, അതായത് പണിയുന്ന സ്ഥലത്തുനിന്ന് നേരിട്ട് അവിടെ ചെന്നിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അയാൾ പറയണേ മേരെ കോബി അച്ഛൻ നെഹിലക, എനിക്കും അതത്ര നന്നായിട്ട് തോന്നിയില്ല. മേ ഫൗരൻ വാപ്പസായി और अच्छी जरी की साड़ी पहनकर पाउडर वाउडर लगाकर गोलमाला पहनकर ऑटो में बैठ कर गई. അപ്പോൾ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നേരെ പണിയുന്ന സ്ഥലത്ത് നിന്ന് നേരെ ചെന്നത്. അതുകൊണ്ട് തന്നെ അയാൾ മുഖം വീർപ്പിച്ചുകൊണ്ട് എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു ഉജാല സുപ്രീം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കത് അത്ര നന്നായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് വാപ്പസായി തിരിച്ചു പോന്നു. എന്നിട്ട് നല്ല സാരിയൊക്കെ ധരിച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് നല്ല കല്ലുമാലയൊക്കെ കഴുത്തിലിട്ടിട്ട് ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണ്. ഓ വാച്ച്മെൻ മേരെ കോ ദേക്കർ ഹൂം ഉജാല സുപ്രീം. അപ്പോൾ നേരത്തെ ദേഷ്യത്തോടുകൂടി പറഞ്ഞിരുന്ന ആളെ ഇപ്പോൾ വളരെ എന്താണ് സന്തോഷത്തിൽ ആശ്ചര്യത്തോടുകൂടി പറയണ ഉജാല സുപ്രീം എന്ന് പറയണ. മേ അന്തർ ഗയി, ഞാനങ്ങനെ ഉള്ളിലേക്ക് ചെന്നു. വഹാം ബഹുത് സാരെ ബഡേ ബഡേ ലോക് തേ. അപ്പോൾ അവിടെ ഈ മീറ്റിംഗ് നടക്കുന്നിടത്ത് ഒരുപാട് വലിയ വലിയ ആളുകളുണ്ടായിരുന്നു. സ്റ്റേജ് കെ ബീച്ചോം ബീച്ച് സായിലി ബൈട്ടി ഹുയി തീ. സ്റ്റേജിൻ്റെ മധ്യത്തിലായിട്ട് സായിലി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉൻകെ അകൽ ബഗൽ ബി ലോക് ബൈഠേ ഹുയേ തേ. അവളുടെ ഇടത്തും വലത്തൊക്കെ ആളുകൾ ഇരുന്നിരുന്നു. വലിയ വലിയ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. സായിലി മേരെ കോ ദേക്കർ ഗഡി ഹോ ഗയി ഓർ ഊപ്പർ സ്റ്റേജ് പർ ബുലാനെ ലഗി. സായിലി എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. ആ ഊപ്പർ സ്റ്റേജ് പർ ബുലാനെ ലഗി. മുകളിൽ സ്റ്റേജിലേക്ക്, അവളിരിക്കുന്ന സ്റ്റേജിലേക്ക് അമ്മേനെ വിളിക്കുകയാണ്. ഓർ മേരാ ഹാത്ത് പക്കഡ് കർ സ്റ്റേജ് പർ ഗീഞ്ച് കർ ലേ ഗയി. എന്നെ കൈ പിടിച്ചിട്ട് സ്റ്റേജിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. ആ ഒരു ബോലി. എന്നിട്ട് പറയണം യേ മേരി ആയി മേരി മാം ജിസ്കെ ലിയേ മേനെ യേ കവിത ലിഖി. അമ്മേനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയുള്ളവരുടെ അടുത്ത് പറയാണ് ഇതെൻ്റെ അമ്മയാണ്, മേരി മാം. ജിസ്കെ ലിയേ, അവർക്ക് വേണ്ടിയിട്ടാണ് മേനെ യേ കവിത ലിഖി, ഞാൻ കവിത എഴുതി. അപ്പോൾ ഒരു കവിതാ പുസ്തകമാണ് അവൾ എഴുതിയിട്ടുള്ളത്. ഈ കവിത എഴുതിയത് സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയണം. സം ജഗ ഉസ്കി കവിത ചപ്തി ഹേ, എല്ലായിടത്തും അവളുടെ കവിത അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. സായിലി മേരെ കോ ബോൾത്തി ഹേ ആയി ബഹുത്ത് മെഹനത് കർ ലീ തൂനെ. സായിലി എന്നോട് പറയാണ് അമ്മേ വളരെയധികം കഷ്ടപ്പെട്ടു, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അബ് തേരാ കാം പർ ജാനാ ബന്ദ്, ഇനി നിങ്ങളുടെ ജോലിക്ക് പോലെ നിർത്താണ്. ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പണിയെടുത്താണ് സായിലിയെ വളർത്തി ഈ നിലയിലെത്തിച്ചത്. ഇനി ജോലിക്കൊന്നും പോണ്ട. അബ് തൂ ഗർ ബൈഠ് കർ ആരാം കരേഗി. ഇനി അമ്മയോട് പറയണം നിങ്ങൾ വീട്ടിലിരുന്ന് വിശ്രമിച്ചാൽ മതി എന്ന് പറയണം. മീൻ പോലി ബേട്ടാ ബുഡാപ്പേക്ക ശരീർ ഹേ. അപ്പം ഞാൻ സക്കുബായി പറയണ മോളെ പ്രായമായി,
ശരീരം, അതായത് പണിയൊക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ വരുമെന്നാണ് സക്കുബായി പറയുന്നത്. കാം നഹി കരൂങ്കി തോ ബീമാർ പഠിച്ചാവുങ്കി, ജോലിയൊന്നും ചെയ്യാതെ വെറുതെ വീട്ടിൽ റെസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും, പ്രായമായ ശരീരമാണെന്ന് പറയണം. തോ സായിലി കത്തി ഐസ അവിശ്വാസ് മത് കർ മാം അപ്പം അപ്പനെ അച്ഛേ ദിനാകെ ഹേ. അപ്പോൾ സായിലി അമ്മോട് പറഞ്ഞേ, ഇങ്ങനെ അവിശ്വസിക്കരുത്, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ രോഗങ്ങൾ വരുന്നുള്ള വിശ്വാസം വേണ്ടാന്ന് പറയണം. ഇപ്പോൾ അവരുടെ നല്ല കാലം വന്നിരിക്കുകയാണ്. അപ്പനെ അച്ഛേ ദിനാകെ, നമ്മുടെ നല്ല കാലം വന്നിരിക്കുകയാണ്. തൂ പഠന ചാത്തി തീന പഠ്. അമ്മയോട് പറയണേ, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലേ, പഠിച്ചോളാൻ പറയണേ. ചലോ ഏക് തോ ഫർക്ക് പടാ, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. മേരി ആയിനെ പഠനയ്ക്കില്ലേ മുझे ദപ്പട്ട് മാരാത്ത. സക്കുബായി പറയണേ, എൻ്റെ അമ്മയോട് ഞാനന്ന് പഠിക്കണമെന്നുള്ള ആവശ്യം പറഞ്ഞപ്പോൾ മുझे ദപ്പട്ട് മാരാത്ത, എന്നെ അടിച്ചു അമ്മ എന്നാണ് പറയുന്നത്. പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയുടെ നിന്ന് അടിയെ കിട്ടിയെന്നുള്ള സക്കുബായി ഓർക്കണം. ആജ് മേരി ലടുക്കി മുझे പഠനയ്ക്കില്ലേ ഗത്തി ഹേ, ഇന്ന് എൻ്റെ മോള് എന്നോട് പഠിക്കാൻ പറയണേ. മുझे പഠനയ്ക്കില്ലേ, എന്നോട് പഠിക്കാൻ പറയണേ. ഫർക്ക് തോ പടാ, ഇതാണ് വ്യത്യാസം. ഉസ്നെ മുझे अपनी एक कविता याद कराई है. ഉസ്നെ മുझे अपनी एक कविता याद कराई, ഒരു കവിത ഇവിടെ ഓർക്കാണ്. മേ ബ്ലോഗം കോ സുനാത്തി ഹും, ഞാനത് നിങ്ങളുടെ അടുത്ത് കേൾപ്പിക്കുകയാണ്. അപ്പം മോൾ എഴുതിയൊരു കവിതയുടെ വരികളാണ്, അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാമെന്ന് പറയണേ. അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, വീട്ടിലിരുന്നാൽ മതി. അമ്മയോട് ഒരു കാര്യം പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നായിരുന്നു സക്കുബായി, പക്ഷെ അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. നിതിനെ സഹോദരനെ മാത്രമാണ് പഠിപ്പിച്ചത്, പെൺകുട്ടികൾക്ക് അവിടെ വിദ്യാഭ്യാസം കിട്ടിയില്ല. ഇന്ന് സ്വന്തം മകൾ പറയണ അമ്മ പഠിച്ചോ എന്ന് പറയണേ. അന്ന് ആഗ്രഹിച്ചിരുന്നു, ഇന്നും മകൾ പറയണ പഠിച്ചോളാനായിട്ട്. ഇനി അവിടെ സക്കുബായി മുझे अपनी एक कविता याद कराई है, ഒരു കവിത ഓർത്തിട്ട് മേ ബ്ലോഗം കു സുനാത്തി ഹും, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് കേൾപ്പിച്ച് തരാമെന്ന് പറയണേ. മാ ഉഡ് സർ ഉഡാ ദേഖ് സമയായ ഹേ, सर झुकाए गड़ा है शर्मिंदा है कि इतने वर्षों से जो तुझे उसने दुख दिया, तुझे सताया रुलाया, तेरा हर सुख छीन लिया, तेरा ही नहीं तेरी माम का भी, उसकी माम का भी और उसकी माम का भी, आज वो तुझसे माफ़ी मांगने आया है कि उसने तेरे साथ बड़ा अन्याय किया, पर वो कहता है कि वो अब अपने को सुधारेगा, अपने आप को बदलेगा, एक नया युग लेकर आएगा. माम उड सर उड़ा देख समय आया है. അപ്പോൾ കുറച്ച് കവിതയുടെ ലൈനുകൾ ഓർത്തെടുത്ത് പാടുന്നതാണ്. മാം ഉഡ് സർ ഉഡാ ദേഖ് സമയ, അമ്മ എഴുന്നേൽക്ക്, തല ഉയർത്ത്, നമ്മുടെ സമയം വന്നിരിക്കുകയാണ്. സർ ജുഖായ ഗണാഹേ, തലകുനിച്ചാണ് നിൽക്കുന്നത്. ശർമിന്ദാഹേ, നാണക്കേടുകൊണ്ട്. ഇത്രയും വർഷം സേ ജോ തുജെ ഉസ്നെ ദുഃഖ് ദിയ, ഇത്രയും വർഷങ്ങളായിട്ട് ആരാണോ നിങ്ങളെ ദുഃഖിപ്പിച്ചത്, തുജെ സതായ, നിങ്ങളെ ശല്യം ചെയ്തത്, രുലായ, കരയിപ്പിച്ചത്, തേരാ ഹർ സുഖ ചീല്യ, നിങ്ങളുടെ എല്ലാ സുഖങ്ങളും തട്ടിയെടുത്തത് ആരാണ്, തേരാ ഹിനഹി, നിങ്ങളുടെ മാത്രമല്ല, തെരി മാം കാബി, നിങ്ങളുടെ അമ്മയുടെയും, ഉസ്കി മാം കാബി, അമ്മയുടെ അമ്മയുടെ, അവർ ഉസ്കി മാം കാബി, എല്ലാവരുടെയും സുഖത്തെ തട്ടിയെടുത്ത് നിങ്ങളെ ഉപദ്രവിച്ച് ശല്യം ചെയ്ത് നിങ്ങൾക്ക് ദുഃഖം തന്നത് ആരാണോ, എല്ലാ സുഖങ്ങളും തട്ടിയെടുത്തത് ആരാണോ, ആജ് വോ മുജ്സേ തുജ്സേ മാഫി മാംഗ്നെ ആയാ ഹേ, ഇന്ന് അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. कि उसने तेरे साथ बड़ा अन्याय किया, അവരെന്ത് ചെയ്തു, നിങ്ങളുടെ അടുത്ത് വളരെ വലിയ അന്യായം ചെയ്തു, അനീതി കാണിച്ചു. पर वो कहता है कि वो अब अपने को सुधारेगा, ഇപ്പോൾ അവർ പറയണ അവർ സ്വയം ശരിയാക്കാമെന്ന് പറയുന്നുണ്ട്, തെറ്റ് തിരുത്താമെന്ന് പറയുന്നുണ്ട്. अपने आप को बदलेगा, അവർ സ്വയം മാറാമെന്ന് പറയുന്നു. ഏക നയ യുഗലേക്കറായക, ഒരു പുതിയ യുഗമായിട്ട്, പുതിയൊരു കാലമായിട്ട് അവർ വരാമെന്ന് പറയുന്നു. മാം ഉഡ് സർ ഉഡാ ദേഖ് സമയ ആയാ ഹേ, അമ്മ എഴുന്നേൽക്ക്, അതിനുള്ള സമയം വന്നിരിക്കുകയാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. यूं हताश न हो, तूने तो सारे जीवन के संघर्ष किया, रानी लक्ष्मीबाई की तरह तू भी तो एक योद्धा ही है, वो तो केवल एक लड़ाई लड़ी और मर्दानी कहलाई, पर तू तो सदियों से जीवन के संग्राम में ही जूझ रही, तेरे पाँव चलते चलते थक गए,
तेरे हाथ बर्तन घिसते घिसते सट गए किसी दिन भी तू जी मर भर के सो नहीं पाई तेरे कंधे कपड़े धोते धोते अकट गए पर माँ अब तेरे आराम के दिन आए हैं बैठकर सुस्ताने के मुस्कुराने के दिन आए हैं माँ उड़ सर उड़ा देख समय आया है യും ഹതാശ് നഹോ നിരാശ് നഹോ ഒരിക്കലും നിരാശയാവരുത് നിരാശ തോന്നരുത് തൂനെ തോ സാര ജീവൻ ഹേ സംഘർഷിക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിതം മുഴുവൻ എല്ലാ സംഘർഷങ്ങളും അനുഭവിച്ചു റാണി ലക്ഷ്മിബായിക്ക് റാണി ലക്ഷ്മിബായിയെ പോലെ തൂ ബി തോയൊക്കെ യോദ്ധായി ഹേ നിങ്ങളും ഒരു യോദ്ധാവ് തന്നെയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത കഷ്ടപ്പെട്ട റാണി ലക്ഷ്മിബായിയെ പോലെ നിങ്ങളും ഒരു യോദ്ധാവാണ് ജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നിരാശയില്ലാതെ വോ തോ കേവലേക്ക് ലഡായി ലഡി റാണി ലക്ഷ്മിബായി ഇവിടെ കേവലം ഒരു യുദ്ധമാണ് ചെയ്തത് അവർ മർദാനി കഹലായി ഇവിടെ വീട്ടുകാര്യങ്ങളടക്കം ചെയ്തു എന്ന് പറയുന്നത് पर तू तो सदियों से जीवन के संग्राम में ही जूझ रही ഇവിടെ നിങ്ങളാണെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ജീവിതത്തിൻ്റെ ആ ഭാരത്തിലെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്തത് ജീവിത സമരത്തിലേക്ക് ഇറങ്ങിച്ചെന്നു തെരപ്പാവ് ചലത്തെ ചലത്തെ ഇതൊക്കെയേ നിൻ്റെ കാലുകൾ നടന്ന് ക്ഷീണിച്ചു തെരെ ഹാത്ത് നിൻ്റെ കൈകൾ ബർത്തൻ കിസ്തേ കിസ്തേ സഡ്ജായെ പാത്രം തേച്ച് പാത്രം കഴുകി സഡ്കയെ എല്ലാം ജീർണിച്ചു പോയി കിസി ദിൻ ബി തൂജി ബർഖേ സോ നഹിബായി അതായത് ഒരു ദിവസം പോലും മനസ്സ് നിറഞ്ഞുറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല തെരെ കന്തേ കപ്പടേ തോത്തേ അക്കട്ട് ഗയേ നിങ്ങളുടെ തോള് ഷോൾഡർ വസ്ത്രം അലക്കി ഉണങ്ങിപ്പോയി पर माम अब तेरे आराम के दिन आए हैं പക്ഷേ അമ്മ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ദിവസം സമയം വന്നിരിക്കുകയാണ് ബൈഠ്കർ സുസ്താനേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് റെസ്റ്റ് ചെയ്തിരിക്കാനുള്ള സമയം വന്നിരിക്കുകയാണ് മുസ്കുരാനേക്ക് ദിനായ ഹേ പുഞ്ചിരിക്കാനായിട്ടുള്ള സന്തോഷിക്കാനുള്ള ദിവസം വന്നിരിക്കുകയാണ് മാം ഉഡ് സർ ഉഡാ ദേഖ് സമയം ആയാ ഹേ അമ്മ എഴുന്നേൽക്ക് തല ഉയർത്തു സമയം വന്നിരിക്കുകയാണ് ये मेरा विश्वास मेरी आस्था है समय के साथ छलमाम वो हमें बुलाता है तू तो विशाल हृदय सब कुछ सहने वाली समय भी तो तेरे बच्चे की तरह ही तो है ना अब जब वो माफ़ी मांगता है तो जाने दे जीवन को दे एक और मौका चल माम उड़ सर उड़ा देख समय आया है उड़ माम उड़ हाथ बढ़ा देख समय आया है ये मेरा विश्वास ഇതാണ് എൻ്റെ വിശ്വാസം മേരി ആസ്ഥ ഹേ എൻ്റെ ധാരണ എൻ്റെ വിശ്വാസം എൻ്റെ സത്യസന്ധത ഇതെല്ലാമാണ് സമയക്കെ സാത്ത് ചൽമാം കാലത്തിനോടൊപ്പം നമുക്ക് പോകാം അമ്മേ എന്ന് പറയണം വോ ഹമേ ബുലാത്താ ഹേ കാലം സമയം നമ്മളെ വിളിക്കുകയാണ് കാലത്തിനൊപ്പം സമയത്തിനൊപ്പം നമുക്ക് സഞ്ചരിക്കാം തൂത്തോ വിശാൽ ഹൃദയ നിങ്ങൾ വിശാല ഹൃദയമായിരുന്നു സബ് കുച്ച് സഹനെ വാലി ഹേ എല്ലാം സഹിക്കുന്നവളായിരുന്നു സർവ്വസഹയായിരുന്നു സമയ ബീത്തോ തെരെ ബച്ചയ്ക്ക് തെരെ ഹീ തോ ഹേന സമയം എന്ന് പറയുന്നത് കാലം എന്ന് പറയുന്നത് നിൻ്റെ മക്കളെപ്പോലെ നിങ്ങളുടെ മക്കളെപ്പോലെ അല്ലേ കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ പറയണം ആജ് ജബ് വോ മാഫി മാങ്താ ഹേ തോ ജാനേ ദേ ഇന്ന് ആരാണോ നമ്മളോട് ക്ഷമ ചോദിക്കുന്നത് അവരോട് പോകാൻ പറയാൻ പറയണേ ജീവൻ കോ ദേ ഏക് ഓർ മൗക്കാം ജീവിതത്തിലെ ഇനിയും ഒരു അവസരം കിട്ടട്ടെ സൽമാം ഉഡ് പോകാം അമ്മേ ഉഡ് സർ ഉഡാ ദേഖ് സമയായ ഹേ എഴുന്നേൽക്ക് തല ഉയർത്തു നമുക്ക് പോകാം സമയം വന്നിരിക്കുന്നു കാലം വന്നിരിക്കുന്നു നമുക്ക് സമയത്തിനൊത്ത് സഞ്ചരിക്കാം പോകാമെന്ന് അമ്മയോട് പറയുന്നതാണ് കവിത ഉഡ് മാം ഉഡ് എഴുന്നേൽക്കമ്മേ എഴുന്നേൽക്ക് ഹാത്ത് ബടാ കൈ നീട്ടു ദേഖ് സമയായ ഹേ അതായത് മുന്നോട്ട്
കാലത്തിനൊപ്പം സഞ്ചരിക്കാനായിട്ടാണ് കവിതയിൽ പറയുന്നത്. ഈ കവിതയ്ക്കാണ് ഇവിടെ നമ്മുടെ പുരസ്കാരം കിട്ടിയിട്ടുള്ള കവിതയാണ്. അത് സക്കുബായി ഓർത്തിട്ട് ആ കവിതയുടെ ലൈനുകൾ പാടുന്നതാണതിൽ. അപ്പോൾ സക്കുബായി എന്ന് പറയുന്നത് സക്കുബായി പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ മുഴുവനായിട്ടുള്ളത്. ഏകാലാപനം അല്ലെങ്കിൽ ഒരാൾ മാത്രം പറയുന്ന ഒരു ശൈലിയിലുള്ള നാടകമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സക്കുബായിയുടെ കുടുംബത്തെക്കുറിച്ച് അച്ഛനമ്മയുണ്ട്, അതുപോലെ തന്നെ സഹോദരങ്ങളുണ്ട്, പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട്, ജോലിക്ക് നിന്ന സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളുണ്ട്, സഹോദരിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അവസാനം ഭർത്താവായ യശ്വന്ത് കാക്കിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി. പക്ഷേ അവസാനം അയാൾ രോഗിയായിട്ട് മാറുന്നു, അങ്ങനെ മരിക്കുന്നു. പിന്നീട് അവർ ജീവിച്ചു, സായിലിയും സക്കുബായും കൂടി ജീവിച്ച് നന്നായി പഠിച്ച്, സക്കുബായിക്ക് അന്ന് പഠിക്കാൻ പറ്റിയില്ല, പക്ഷേ മകളെ പഠിപ്പിച്ചു, നല്ല നിലയിലെത്തി, നല്ല ഒരു എഴുത്തുകാരിയായി യുവകവയിത്രിയായിട്ടൂടെ മാറുകയാണ്. അമ്മയ്ക്ക് അഭിമാനമായിട്ട് മാറണം. ഒരിക്കലും അമ്മയ്ക്ക് സാധിക്കാതിരുന്ന കാര്യം മകളിപ്പോൾ ചെയ്തോളാൻ പറയുന്നൊരവസ്ഥയിലേക്ക്. അപ്പോൾ നാടകം നമ്മുടെ അവസാനിക്കുകയാണ്. പ്രോസും അതുപോലെ തന്നെ നാടകമാണ് നമുക്കുണ്ടായത്. നാദിറ സയ്യദ് ബബ്ബറിൻ്റെയാണ് സക്കുബായി എന്ന് പറയുന്ന നാടകം. ഓക്കെ, താങ്ക് യു.